ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുത്താലോ? വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആട്ടോ അത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ? അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ വീഡിയോ കാണാം. ഞാനിതിലേക്ക് 3 പഴുത്ത പഴം ആട്ടോ എടുത്തത്. നല്ല പഴുത്ത പാകമായ പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഞാനിത് ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കിയിട്ട് 3 പഴങ്ങളും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഴവും നെയ്യൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം. നെയ്യുടെ ടേസ്റ്റൊക്കെ ഒന്ന് പഴത്തിൽ പിടിക്കുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരവി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളുടെ തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മളുടെ പഴമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന ഒരു പാകത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പഴമൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദപ്പൊടിയാണ്. ഞാനതൊരു കപ്പ് മൈദപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മളുടെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വിട്ട് വരുന്നൊരു പാകമായിട്ട് കിട്ടും. ആ ഒരു രീതിക്ക് തന്നെ കുഴച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പഴത്തിൻ്റെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നുള്ളി ഇട്ട് കൊടുക്കുക, കൈ കൊണ്ട് തന്നെ എടുത്തിട്ട്. അപ്പോഴാണിത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് തണുക്കുന്നോറും കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ. നല്ല ക്രിസ്പിനെസ് ആണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അത് വെച്ചിരിക്കും തോറും നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന രീതിക്ക് വരെ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള ഈ പഴത്തിൻ്റെ മിക്സ് എല്ലാം ഇതേപോലെ ചെറിയ പക്കവടകളാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ പഴംപക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.